ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോളീസ് ചെടി വെച്ചിട്ട് ഒരു മരം എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. കോളീസ് ചെടിയുടെ 2 കളറുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ റോസും മെറൂണും ഗ്രീനും ചേർന്ന ഒരു കളറും പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും അതിൽ പർപ്പിൾ കളറുള്ള ഈ 2 ഷെയ്ഡുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഏതൊക്കെ കളറുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വെയിലുള്ള സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ കുറച്ച് കമ്പുകൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കോളീസ് ചെടി ഇതുപോലെ ഒരുമിച്ച് പിടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കമ്പിൻ്റെ പീസാണ്. ഇതുപോലെ കവട്ടയുള്ള പീസ് വേണം എടുക്കാൻ. ഏത് മരത്തിൻ്റെ വേണമെങ്കിലും എടുക്കാം, എങ്കിലും പെട്ടെന്ന് ചീത്തയായി പോകാത്ത മരത്തിൻ്റെ കമ്പ് വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്ക് ഈ കോളീസ് ചെടിയുടെ അടിഭാഗത്തെ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് ലീഫ് ഉള്ളപ്പോൾ ഒരു മരം പോലെ തോന്നിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലീഫ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. നിങ്ങൾ പിന്നെ പേരയുടെ കമ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ ചെടിയുടെ തണ്ടിൻ്റെ വലുപ്പം നോക്കി വേണം എടുക്കാൻ. എൻ്റെ കയ്യിൽ ചെറിയ തണ്ടായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെറിയ കമ്പ് കട്ട് ചെയ്ത് എടുത്തത്. ഇനി നമുക്ക് ചെടിയുടെ തണ്ടുകളെ ഇതുപോലെ ഈ കമ്പിന് ചുറ്റും വെച്ച് കെട്ടി സെറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാനൊരു 3-4 തണ്ടെടുത്ത് ആ ഒരു കമ്പിൽ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ത്രെഡ് എടുത്ത് അതൊന്ന് കെട്ടിക്കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ കോളീസ് ചെടിക്ക് ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് വെയിലുള്ള സമയമാണ്. വെയിലുള്ള സമയത്ത് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫിന് അത്യാവശ്യം കളർ മങ്ങലുമുണ്ട്. ഇത് മഴക്കാലത്ത് പെട്ടെന്ന് ഇതിൻ്റെ തണ്ട് ചീത്തയായും പോകുന്നുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് പരമാവധി ഇതിനെ ഷെയ്ഡിലോട്ട് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് ഞാൻ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ത്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു കൊമ്പിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിന് 2ാമത്തെ കൊമ്പിലും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണേ. അതിനായിട്ട് നമുക്ക് 2ാമത്തെ കൊമ്പും ഇതുപോലെ എടുത്ത് അതിൻ്റെ അടിഭാഗത്തെ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൽ വലുതായിട്ട് ലീഫൊന്നും കട്ട് ചെയ്യാനില്ലേ. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ മഞ്ഞ ചെടി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മഞ്ഞയിലുള്ള കോളീസ് ചെറിയ ഒരു പീസ് മാത്രം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ വ്യത്യസ്ത കളറുകൾ ഉണ്ടെങ്കിൽ ഓരോ കമ്പും വ്യത്യസ്ത കളറുകൾ എടുത്ത് ഇതുപോലെ ഒന്ന് മരം സെറ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കുവേ. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കോളീസ് മരം തന്നെ കിട്ടുവേ. എൻ്റെ കയ്യിൽ ഈ 2 കളർ മാത്രം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ 2 കളറും എടുത്തത്. ഇനി നമുക്ക് ഈ 2 കളറും ഇതിൻ്റെ ചുറ്റും വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് വലിയ വളമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. നമ്മൾ ഇതിന് വളമൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും ഇത് അത്യാവശ്യം നല്ല ഗ്രോത്തിൽ തന്നെ വളരുന്ന ഒരു ചെടിയാണ്. ഇത് എല്ലാവരുടെ വീട്ടിലും കൂടുതലായും കാണപ്പെടുന്ന ഒരു ചെടി കൂടിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് മറ്റേ കൊമ്പിൽ കെട്ടിയ പോലെ തന്നെ ഇതും ഒന്ന് കെട്ടിയെടുക്കാം. ഇതിൻ്റെയും അടിഭാഗത്ത് ഒരു ത്രെഡ് വെച്ചൊന്ന് കെട്ടിയെടുക്കണം. ഇതുപോലെയൊക്കെ വ്യത്യസ്ത ഐഡികൾ ചെടികളിൽ പരീക്ഷിക്കുമ്പോൾ കാണാൻ നല്ല ഒരു വ്യത്യസ്ത ലുക്കും കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെടി നല്ല ബുഷിയായിട്ട് വളർന്നു കിട്ടുകയും ചെയ്യുവേ. അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിൽ ഓരോ കമ്പൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആ കമ്പ് ഇങ്ങനെ നീണ്ടു പോയാൽ അത്ര ഭംഗി തോന്നില്ല. ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചട്ടിയിൽ കൂടുതൽ ബുഷിയായിട്ട് വളരുവേ. അതിൻ്റെ പുഴു തിന്ന ലീഫെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ലീഫ് ഭയങ്കരമായിട്ട് പുഴുശല്യമുണ്ട്. അതുകൊണ്ടാണ് ആ ലീഫെല്ലാം പുഴു തിന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കൂടെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഈ മരം പെട്ടെന്ന് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത്. മരം ഡയറക്റ്റായിട്ട് മണ്ണിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പോട്ട് എടുക്കാം. ഇതിലോട്ട് കുറച്ച് തൊണ്ടും കുറച്ച് പേപ്പറുകൾ കഷ്ണങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം.
തൊണ്ടും പേപ്പറൊക്കെ ഇടുമ്പോൾ അധികം മണ്ണ് യൂസ് ചെയ്യേണ്ട വരുന്നില്ല. അതുകൊണ്ടാണ് തൊണ്ടും പേപ്പർ കഷ്ണങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത് കാർഡ്ബോർഡിൻ്റെ കുറച്ച് പീസുകളാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് വലിയ വളമൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ലേ. ഇനി നമുക്ക് ഇതിനെ ചട്ടിയിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള മണ്ണും കൂടെ ഇട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. വലിയ വളങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ചെടി നന്നായിട്ട് വളരുവേ. ഞാൻ സാധാരണ നടുമ്പോൾ ഇതിൽ ജൈവവളവും ചാണകപ്പൊടിയും മണ്ണും മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗി തോന്നുന്നുണ്ട്. ആ യെല്ലോ ഷെയ്ഡും റോസ് ഷെയ്ഡും കൂടെ വരുമ്പോൾ പ്രത്യേകം ഭംഗി തോന്നുന്നുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ? നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. കാണാൻ നല്ല ഒരു മരം പോലെ തന്നെയുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ലീഫ് ഇതുപോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭംഗി നന്നായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.